നമസ്കാരം, തൊഴിൽജാലകത്തിലേക്ക് സ്വാഗതം. ഇന്ന് നെതർലാൻഡ്സിൽ വിദേശികളെന്ന് വെച്ചാൽ മലയാളികൾക്ക് ലഭ്യമായ ചില പ്രധാന തൊഴിലവസരങ്ങളും അപേക്ഷിക്കേണ്ട രീതിയും ഔദ്യോഗിക ലിങ്കുകളും എല്ലാം പരിചയപ്പെടാം. നെതർലാൻഡ്സിൽ ജോലി ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇതാണ് മികച്ച സമയം. ഇംഗ്ലീഷ് മാത്രം അറിയാവുന്നവർക്കും ചില അന്താരാഷ്ട്ര കമ്പനികളിൽ അവസരങ്ങൾ ലഭ്യമാണ്. എന്നാൽ CV യൂറോപ്യൻ ഫോർമാറ്റിൽ തയ്യാറാക്കി കമ്പനികളുടെ ഔദ്യോഗിക കരിയർ പേജുകളിലൂടെ നേരിട്ട് അപേക്ഷിക്കുന്നതാണ് ഏറ്റവും സുരക്ഷിതമായ മാർഗം. നെതർലാൻഡ്സിൽ ജോലി നേടാൻ ആദ്യം അവിടുത്തെ തൊഴിൽ വിപണിയിൽ ലഭ്യമായ അവസരങ്ങൾ കണ്ടെത്തണം. അതിനായി ലിങ്ക്ഡിൻ നെതർലാൻഡ്സ്, IAM എക്സ്പാറ്റ് ജോബ്സ്, റാൻഡ്സ്റ്റാഡ് NL, ആഡംസ് റിക്രൂട്ട്മെന്റ് തുടങ്ങിയ പ്ലാറ്റ്ഫോമുകൾ ഉപയോഗിക്കാം. പ്രധാന തൊഴിൽ മേഖലകൾ IT ആൻഡ് സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് ആൻഡ് അർദ്ധചാലക സാങ്കേതികവിദ്യ, അതായത് സെമി കണ്ടക്ടേഴ്സ്, ഹെൽത്ത് കെയർ ആൻഡ് ലൈഫ് സയൻസ്, ലോജിസ്റ്റിക്സ് ആൻഡ് സപ്ലൈ ചെയിൻ എന്നിവയാണ്. നെതർലാൻഡ്സിൽ നിലവിൽ IT, എഞ്ചിനീയറിംഗ്, ഹെൽത്ത് കെയർ, ലോജിസ്റ്റിക്സ്, കൺസ്ട്രക്ഷൻ മേഖലകളിൽ വലിയ തൊഴിലാളി ക്ഷാമം റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. എവിടെയെല്ലാമാണ് ഒഴിവുകൾ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതെന്ന് നോക്കാം. ING നെതർലാൻഡ്സ് കരിയേഴ്സ്, സ്ഥാപനം ING. ഒഴിവുകൾ ഡാറ്റ അനലിസ്റ്റ്, സോഫ്റ്റ്വെയർ എഞ്ചിനീയർ, സൈബർ സെക്യൂരിറ്റി സ്പെഷ്യലിസ്റ്റ്, ബാങ്കിംഗ് ഓപ്പറേഷൻസ്. ശമ്പളം $3500 മുതൽ $7000 വരെ പ്രതിമാസം ലഭിക്കും. അത് പരിചയമനുസരിച്ചിട്ടാണ് കൂടുതൽ തരുന്നത്. അപേക്ഷിക്കേണ്ട വിധം ING നെതർലാൻഡ്സ് കരിയേഴ്സ് പേജ് തുറക്കുക. ജോബ് സെർച്ച് ക്ലിക്ക് ചെയ്യുക. അനുയോജ്യമായ ജോലി തിരഞ്ഞെടുക്കുക. CV, കവർ ലെറ്റർ അപ്ലോഡ് ചെയ്യുക. ഓൺലൈൻ ആപ്ലിക്കേഷൻ സമർപ്പിക്കാം. പിന്നെ ഒഴിവുള്ളത് മെക്കൻസി നെതർലാൻഡ്സ് കരിയേഴ്സിലാണ്. സ്ഥാപനം മെക്കൻസി ആൻഡ് കമ്പനിയാണ്. ഒഴിവുകൾ ബിസിനസ് അനലിസ്റ്റ്, ഫെലോ പ്രോഗ്രാം, അസോസിയേറ്റ് കൺസൾട്ടൻറ്റ്. ശമ്പളം $4000 മുതൽ $8000 പ്രതിമാസ ശമ്പളമാണ്. യോഗ്യത MBA, എഞ്ചിനീയറിംഗ്, കോമേഴ്സ്, എക്കണോമിക്സ് തുടങ്ങിയ ബിരുദങ്ങൾ. ഇതുള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ്. കമ്പനിയുടെ സൈറ്റിൽ തന്നെ പോയിട്ട് അപേക്ഷിക്കാം. മെക്കൻസി നെതർലാൻഡ്സ് കരിയേഴ്സിൽ പോയി നേരിട്ട് നിങ്ങൾക്ക് അപേക്ഷിക്കാവുന്നതാണ്. പിന്നെ ഒഴിവ് വന്നിട്ടുള്ളത് ജോൺസൺ ആൻഡ് ജോൺസണിലാണ്. ജോൺസൺ ആൻഡ് ജോൺസൺ നെതർലാൻഡ്സ് കരിയേഴ്സിലാണ് കരിയർ ഓപ്പർച്യൂണിറ്റി നോക്കേണ്ടത്. ഒഴിവുകൾ വന്നിട്ടുള്ളത് ക്വാളിഫിക്കേഷൻ എഞ്ചിനീയർ, പ്രോസസ് എഞ്ചിനീയർ, സപ്ലൈ ചെയിൻ സ്പെഷ്യലിസ്റ്റ്. ശമ്പളം $4500, $8500 പ്രതിമാസം ഡോളർ കണക്കിനാണ് ലഭിക്കുന്നത്. അപ്ലൈ ചെയ്യേണ്ടത് നേരത്തെ പറഞ്ഞു, ജോൺസൺ ആൻഡ് ജോൺസൺ നെതർലാൻഡ്സ് കരിയേഴ്സിൽ പോയി നേരിട്ട് അപ്ലൈ ചെയ്യുക. PwC നെതർലാൻഡ്സ് കരിയേഴ്സിൽ പോയി PwC എന്ന സ്ഥാപനത്തിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. PwC നെതർലാൻഡ്സ് കരിയേഴ്സ് പേജാണ് നോക്കേണ്ടത്. അവിടെ ഒഴിവുകൾ നോക്കുക. അക്കൗണ്ടന്റ്, ഓഡിറ്റർ, ടാക്സ് കൺസൾട്ടൻറ്റ്, ബിസിനസ് അഡ്വൈസർ തുടങ്ങിയ ഒഴിവുകൾ പറഞ്ഞിട്ടുണ്ട്. ശമ്പളം പറഞ്ഞിട്ടുള്ളത് $3500 മുതൽ $6500 വരെയാണ് പ്രതിമാസം. അഞ്ചാമത് ഓൾട്ടൺ നെതർലാൻഡ്സ് ജോബ്സ് എന്ന കരിയർ പേജിലാണ് പിന്നീട് ഒഴിവുകൾ പറഞ്ഞിട്ടുള്ളത്. സ്ഥാപനം ആൾട്ടൺ ആണ്, നെതർലാൻഡ്സിലാണ് ഉള്ളത്. ഒഴിവുകൾ മെക്കാട്രോണിക്സ് എഞ്ചിനീയർ, ഇലക്ട്രോണിക്സ് എഞ്ചിനീയർ, ഡാറ്റ എഞ്ചിനീയർ, സോഫ്റ്റ്വെയർ എഞ്ചിനീയർ, എംബഡ് എഞ്ചിനീയർ എന്നിവർക്കാണ്. കൺസ്ട്രക്ഷൻ തൊഴിലാളികൾക്ക് അവസരം ഹൽദു ഗ്രൂപ്പ് ജോബ്സിൽ വന്നിട്ടുണ്ട്. ഒഴിവുകൾ വന്നിട്ടുള്ളത് കാർപ്പൻ്റർ, കോൺക്രീറ്റ് കാർപ്പൻ്റർ, ടൈലർ, കൺസ്ട്രക്ഷൻ വർക്കർ എന്നിവർക്കാണ്. ശമ്പളം ആഴ്ചയിലാണ് കൊടുക്കുന്നത്. $630 മുതൽ $750 വരെ ഒരാഴ്ച ശമ്പളം കിട്ടും. ഇതിൻ്റെ ഒപ്പം ആനുകൂല്യങ്ങളുണ്ട്. സൗജന്യ താമസം, എല്ലാ ആഴ്ചയും ശമ്പളം, ദീർഘകാല കരാർ എന്നിവയെല്ലാം ഉണ്ട്. അപ്പോൾ ഇപ്പോൾ പറഞ്ഞിട്ടുള്ള 6 ഒഴിവുകളിലേക്കും ഇപ്പോൾ ഒഴിവുകൾ ഓപ്പണാണ്. നിങ്ങൾക്ക് യോഗ്യതയ്ക്കനുസരിച്ച് നിങ്ങൾക്കിതിലേക്ക് അപ്ലൈ ചെയ്യാം. അപ്ലൈ ചെയ്യേണ്ട ലിങ്ക് പറഞ്ഞിട്ടുണ്ട്. സ്ഥാപനത്തിൻ്റെ പേരെല്ലാം ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ നിങ്ങൾക്ക് അതിൽ ശ്രദ്ധിക്കേണ്ട മറ്റു കാര്യങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നെതർലാൻഡ്സിലേക്ക് ജോലി വിസ ലഭിക്കാൻ ആദ്യം ജോലി ഓഫർ ലഭിക്കണം. അതിനുവേണ്ടി നിങ്ങൾ ആദ്യം അപ്ലൈ ചെയ്യണം. എന്നിട്ട് ജോലി ഓഫർ കിട്ടണം. തൊഴിലുടമ വർക്ക് പെർമിറ്റ് അല്ലെങ്കിൽ വിസ സ്പോൺസർഷിപ്പ് നൽകും. തുടർന്ന് റെസിഡൻസ് പെർമിറ്റ്, വർക്ക് വിസ നടപടികൾ പൂർത്തിയാക്കാം. യൂറോപ്പിലെ ഏറ്റവും കൂടുതൽ ആവശ്യക്കാരുള്ള മേഖലകൾ സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റ്, ഹെൽത്ത് കെയർ, എഞ്ചിനീയറിംഗ്, ലോജിസ്റ്റിക്സ്, കൺസ്ട്രക്ഷൻ, ടീച്ചിങ് എന്നിവയ്ക്കാണ്. ഈ വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. കൂടുതൽ തൊഴിൽ വാർത്തകളുമായി വീണ്ടും വരാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.